പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയം നിറഞ്ഞവരെ, ഇന്ന് അടിച്ചു മാറ്റുന്നതിൻ്റെ ഒരു കാലമാണ്. അതെ, മറ്റുള്ളവരുടെ പലതും അടിച്ചു മാറ്റുന്നതിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഉദാഹരണത്തിന്, മറ്റുള്ളവരുടെ അധ്വാനത്തിൻ്റെ ഫലം ചിലർ അടിച്ചു മാറ്റാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ഏറെ വേദനിപ്പിച്ച ചില മാധ്യമ വാർത്തയായിരുന്നു നീറ്റ്, UG എന്നീ പരീക്ഷയിലെ ചോദ്യ പേപ്പറുകൾ ചോർന്നതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ. സത്യം പറഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള നിരവധി വിദ്യാർത്ഥികളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ചില ആളുകൾ ഈ പ്രവൃത്തി വഴി കവർന്ന് എടുത്തത്. ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ച് മാറ്റിയത്. ഇങ്ങനെയുള്ള നിരവധി പ്രവൃത്തികൾ പല മേഖലകളിൽ നമുക്ക് സമൂഹത്തിൽ കാണുവാനായിട്ട് സാധിക്കും. സിനിമ മേഖല, ശാസ്ത്ര സാങ്കേതിക മേഖല, വ്യവസായിക മേഖല, അങ്ങനെ പലതും. ഇന്നത്തെ വചനഭാഗത്തും ഇത് നമ്മെല്ലാം വളരെ വ്യത്യസ്തമായി ഒന്ന് കാണുവാൻ സാധിക്കും. അടിച്ച് മാറ്റലല്ല, കവർന്ന് എടുക്കലല്ല, വളരെ പോസിറ്റീവായ ഒന്നാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് നേടിയെടുക്കലാണ്, കരസ്ഥമാക്കുന്നതാണ്. അതെ പ്രിയപ്പെട്ടവരെ, നേടിയെടുക്കുന്നതിൻ്റെ രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് വചനഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. യേശുവിൽ നിന്നും സൗഖ്യം നേടിയെടുക്കുന്നതിൻ്റെ രണ്ട് ഉദാഹരണങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള രണ്ട് സൗഖ്യങ്ങൾ. ഒന്ന് രോഗശാന്തി, മറ്റൊന്ന് ജീവൻ ലഭിക്കുന്നതുമാണ്. വചനഭാഗത്ത് നമ്മൾ കാണുന്നു, 12 വർഷമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീക്ക് ഈശോ സൗഖ്യം നൽകുകയാണ്. ഒരു സ്ത്രീക്ക് മാനസികമായും ശാരീരികമായും ഒത്തിരി വേദന നൽകുന്ന ഒന്നാണ് രക്തസ്രാവം. അതും 12 വർഷമായിട്ടുള്ള രക്തസ്രാവം. അതിനാൽ തന്നെ നിരവധി ക്ലേശങ്ങളിലൂടെയാണ് ആ സ്ത്രീ കടന്നുപോയിരുന്നത്. മാത്രമല്ല, പല വൈദ്യന്മാരുടെയും അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ട് പോലും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയില്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്യുന്നത്. ഇവയ്ക്ക് പുറമെ അവൾക്ക് കൂടുതലായിട്ട് മാനസിക ക്ലേശങ്ങൾ ഉളവാക്കുന്നത് അന്നത്തെ യഹൂദ നിയമങ്ങളായിരുന്നു, നിയമവ്യവസ്ഥകളായിരുന്നു. യഹൂദ നിയമം അനുസരിച്ച് അവൾക്ക് പലവിധ വിലക്കുകളുണ്ടായിരുന്നു. ലേവിയുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മൾ 25 മുതൽ 30 വരെയുള്ള വചനങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. സ്ത്രീക്ക് ഋതുകാലത്തിലല്ലാതെ വളരെ ദിവസത്തേക്ക് രക്തസ്രാവം ഉണ്ടാകുകയോ അശുദ്ധിയുടെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രക്തസ്രാവം നീണ്ടു നിൽക്കുകയോ ചെയ്താൽ ഋതുകാലത്തിൽ എന്ന പോലെ ഈ ദിവസങ്ങളെല്ലാം അവൾ അശുദ്ധയായിരിക്കും. രക്തസ്രാവമുള്ള ദിവസങ്ങളിൽ അവൾ കിടക്കുന്ന കിടക്കയെല്ലാം ഋതുകാലത്തിൽ എന്ന പോലെ അശുദ്ധമായിരിക്കും. അവൾ ഇരിക്കുന്നിടമെല്ലാം അശുദ്ധമായിരിക്കും. ഇവ സ്പർശിക്കുന്നവന് അശുദ്ധനായിരിക്കും. രക്തസ്രാവം മാറിയാൽ 7 ദിവസത്തേക്ക് കൂടി അവൾ കാത്തിരിക്കണം. 8-ാം ദിവസം അവൾ 2 ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിക്കണം. പുരോഹിതൻ അതിലൊന്നിനെ പാപപരിഹാര ബലിയായും മറ്റതിനെ ദഹന ബലിയുമായും അർപ്പിക്കണം. അവളുടെ രക്തസ്രാവം മൂലമുള്ള അശുദ്ധിക്ക് പുരോഹിതൻ അവൾക്ക് വേണ്ടി കർത്താവിന് മുൻപിൽ പാപപരിഹാരം ചെയ്യണം. ഈ നിയമവ്യവസ്ഥതയുടെ ഭാഗമായിരുന്ന ആ സ്ത്രീക്ക് 12 വർഷമായിട്ട് രക്തസ്രാവമായിരുന്നു. അതിനാൽ തന്നെ അവൾ അനുഭവിച്ച മാനസിക വ്യഥകൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല, പല വൈദ്യന്മാരുടെയും ചികിത്സാ രീതികൾ സ്വീകരിച്ചതിനാൽ കൈവശമുള്ളതെല്ലാം ചെലവഴിക്കപ്പെട്ട് അവൾ ദരിദ്രയാവുകയും ചെയ്തു. ഇങ്ങനെ ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും മാനസികമായിട്ടും അവൾ തകർന്നിരുന്നു. മുന്നോട്ടുള്ള ജീവിതം വളരെ ക്ലേശകരമായിരുന്നു. അങ്ങനെ അവളുടെ അവസാന അത്താണിയായിരുന്നു ഈശോ. അതായത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവസാനത്തെ കച്ചിത്തുരുമ്പായിരുന്നു ഈശോ. അവളുടെ ജീവിതത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു ഈശോ. സൗഖ്യം ലഭിക്കുവാനുള്ള കാരണം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയപ്പെടുന്നു. വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, മർക്കോസ് 5:28, അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു. അവൾ വിശ്വസിച്ചിരുന്നു. ആ സ്ത്രീയുടെ വലിയ വിശ്വാസം ഈ വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ വലിയ വിശ്വാസമാണ് ഇവിടെ സൗഖ്യത്തിന് കാരണമായിട്ട് മാറിയത്. ആ ഉറച്ച വിശ്വാസമാണ് ജനക്കൂട്ടത്തിനിടയിലൂടെ ഈശോയുടെ അടുത്തെത്തി അവൻ്റെ വസ്ത്രത്തിൽ തൊടുവാനായിട്ടുള്ള ധൈര്യം അവൾക്ക് നൽകിയത്. താൻ അശുദ്ധയാണെന്ന് അറിഞ്ഞിട്ട് പോലും തൻ്റെ സ്പർശനം വഴി ഗുരുവായ ഈശോയും അശുദ്ധമാകുമെന്ന് മനസ്സിലാക്കിയിട്ടും
സൗഖ്യമെന്ന ലക്ഷ്യം മാത്രം മനസ്സിൽ ഉള്ളതിനാൽ മറ്റൊന്നും നോക്കാതെയാണ് അവൾ യേശുവിൻ്റെ പിന്നാലെ പോയി വസ്ത്രത്തിൻ്റെ വിളമ്പിൽ സ്പർശിക്കുന്നത്. തുടർന്ന് വലിയ സൗഖ്യം സംഭവിക്കുകയാണ്. ഈശോയുടെ വാക്കുകൾ അത് വ്യക്തമാണ്. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പിൽ സ്പർശിച്ചാൽ സുഖം പ്രാപിക്കുമെന്നുള്ള വിശ്വാസം ആ സ്ത്രീക്ക് ആരാണ് നൽകിയത്? അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് കത്തോലിക്ക വിശ്വാസികളായ നമുക്ക് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പ് മാത്രമല്ല, അതിനേക്കാൾ ശക്തമായ അവിടുത്തെ തിരുശരീരവും തിരുരക്തവുമുണ്ട് സൗഖ്യം ലഭിക്കുവാനായിട്ട്. സൗഖ്യം മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് നിത്യജീവൻ ലഭിക്കുവാൻ. കൂതാശകളുടെ കൂതാശയായ വിശുദ്ധ കുർബാനയിൽ വിശ്വാസപൂർവ്വം നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ യാചനകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഇതിനേക്കാൾ വലിയ സൗഖ്യം, വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണ്. രണ്ടാമതായിട്ട് നമ്മൾ വചനഭാഗത്ത് കണ്ടുമുട്ടുന്നത് ജൈറോസ് എന്ന സിനഗോഗ് അധികാരിയാണ്. സമൂഹത്തിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ ജൈറോസ് എന്ന സിനഗോഗ് അധികാരി. എന്നാൽ യേശുവിൻ്റെ കാൽക്കൽ വീണ് തൻ്റെ കൊച്ചുമകളെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുവാനുള്ള എളിമയും അതിനേക്കാൾ ഉപരിയായിട്ട് വലിയൊരു വിശ്വാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനാൽ തന്നെയാണ് ഈശോ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് യാത്ര തിരിക്കുവാനൊക്കെയായിട്ട് തയ്യാറാകുന്നത്. കൊച്ചുമകൾ മൃതപ്രാണയാണെന്നും ഉടനെ ക്രിസ്തുവിനെ അവിടെ എത്തിക്കണമെന്നും ജൈറോസിന് അറിയാം. എന്നാൽ പോകും വഴിയിൽ യാതൊരു തിരക്കും കൂട്ടാതെ രക്തസ്രാവക്കാരി സ്ത്രീക്ക് സൗഖ്യം നൽകിയും ജനങ്ങളെയും ശിഷ്യന്മാരെയും പഠിപ്പിച്ച് സാവധാനത്തിൽ ശാന്തനായിട്ട് നടന്നു നീങ്ങുന്ന ക്രിസ്തുവിനെയാണ് വചനഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. താൻ പ്രതീക്ഷിച്ച പോലെ തൻ്റെ കൊച്ചുമകൾക്ക് സൗഖ്യം നൽകുവാനായിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഇവന് കഴിഞ്ഞില്ലോ എന്ന ചിന്ത ജൈറോസിനെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. തൻ്റെ ഹൃദയം തകരുന്ന നിമിഷങ്ങളിൽ പോലും ശാന്തനായിട്ട് ക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോൾ അവൻ ആഗ്രഹിച്ച കുഞ്ഞിൻ്റെ സൗഖ്യത്തെക്കാൾ ഉപരിയായിട്ട് മരിച്ച കുഞ്ഞിന് ജീവൻ നൽകുകയാണ് ഈശോ ഇവിടെ ചെയ്തത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഹൃദയം നുറങ്ങിയിട്ടുള്ള നിലവിളികൾക്ക് ഉത്തരം വൈകുമ്പോൾ ജൈറോസിനെ പോലെ ശാന്തനായി ദൈവത്തിൻ്റെ ഇടപെടലിനായിട്ട് കാത്തിരിക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. വലിയ വിശ്വാസത്തോടുകൂടി കാത്തിരിക്കുവാൻ ജൈറോസിന് സാധിച്ചു. അതിൻ്റെ ഫലമായിട്ട് വലിയ അത്ഭുതം സംഭവിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ വിശ്വാസപൂർവ്വമുള്ള കാത്തിരിപ്പിന് വലിയ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ജൈറോസ് നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസപൂർവ്വം ജൈറോസിനെ പോലെ കാത്തിരിക്കുവാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇവർ രണ്ടുപേരും അവരുടെ വിശ്വാസത്തിൻ്റെ ഫലത്താൽ, വിശ്വാസത്തിൻ്റെ യോഗ്യതയാൽ, ആഴമായിട്ടുള്ള വിശ്വാസത്താൽ കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങൾ വാങ്ങിയെടുക്കുകയാണ് ചെയ്തത്, നേടിയെടുക്കുകയാണ് ചെയ്തത്. ഇവരെ പോലെ തന്നെ കർത്താവിൽ നിന്നും അനുഗ്രഹം നേടിയെടുത്ത മറ്റൊരു വ്യക്തിയാണ് നല്ല കള്ളൻ. വളരെ മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു പ്രാർത്ഥനയാണ് ആ നല്ല കള്ളൻ നടത്തുന്നത്. ലൂക്ക 23:42 നമ്മൾ വായിക്കുന്നത്, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. പ്രിയപ്പെട്ടവരെ, അനുതപിച്ചു യേശുവിൽ വിശ്വാസമർപ്പിച്ച നല്ല കള്ളന് ഈശോ വലിയൊരു വാഗ്ദാനമാണ് നൽകുന്നത്. തുടർന്ന് നമ്മൾ വായിക്കുകയാണ്, യേശു അവനോട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. അങ്ങനെ അവസാന നിമിഷം അനുതപിച്ച് യേശുവിൽ വിശ്വാസമർപ്പിച്ച നല്ല കള്ളൻ യഥാർത്ഥത്തിൽ പറുദീസ കരസ്ഥമാക്കുകയാണ് ചെയ്തത്, നേടിയെടുക്കുകയാണ് ചെയ്തത്. ദൈവത്തിൽ നിന്നും അങ്ങനെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്ന നിരവധിയായിട്ടുള്ള വ്യക്തികളെ നമുക്ക് പഴയ നിയമത്തിലും കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ കണ്ടുമുട്ടുന്ന മറ്റൊരു വ്യക്തിയാണ് യാക്കോബ്. യാക്കോബ് ദൈവദൂതനുമായിട്ട് ഒരു മൽപ്പിടുത്തം നടത്തുകയാണ്. ഉൽപ്പത്തി 32:26 നമ്മൾ വായിക്കുന്നു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല. തുടർന്ന് യാക്കോബ് ഒരു വലിയ അനുഗ്രഹം കരസ്ഥമാക്കിയാണ്. ഉൽപ്പത്തി 32:28 നമ്മൾ കാണുന്നു, ദൈവദൂതൻ യാക്കോബിനെ അനുഗ്രഹിക്കുന്നു. ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും, കാരണം ദൈവത്തോട് മനുഷ്യരോട് നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. അങ്ങനെ വലിയൊരു അനുഗ്രഹം യാക്കോബ് ദൈവത്തിൽ നിന്നും കരസ്ഥമാക്കുകയാണ് ചെയ്യുന്നത്, നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിനം ദൈവവചനം നമുക്ക് എല്ലാവർക്കും നൽകുന്നത് ഒരു ക്ഷണമാണ്. രക്തസ്രാവക്കാരിയായ സ്ത്രീയെ പോലെ, ജൈറോസിനെ പോലെ
നല്ല കള്ളനെ പോലെ, യാക്കോബിനെ പോലെ യേശുവിൽ നിന്നും അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ, അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുവാൻ വിശ്വാസപൂർവ്വമുള്ള കാത്തിരിപ്പിനാൽ, വിശ്വാസത്തിൻ്റെ ബലത്താൽ, വിശ്വാസത്തിൻ്റെ യോഗ്യതയാൽ, ആഴമായിട്ടുള്ള വിശ്വാസത്താൽ യേശുവിൽ നിന്നും അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ, അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുവാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ.